ഓഹരി വിപണിയുടെ മുൻകാല ചരിത്രം പരിശോധിക്കുന്നതിലൂടെ സമാന സ്വഭാവമുള്ള ഇവന്റുകളോട് അഥവാ സംഭവവികാസങ്ങളോട് വിപണി എങ്ങനെയാകും പ്രതികരിക്കുക എന്നത് സംബന്ധിച്ച് ഒരു മുൻധാരണ കൈവരിക്കാൻ സഹായിക്കുന്നു. ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, മുൻ വർഷങ്ങളിലെ ചില പ്രത്യേക സമയങ്ങളിൽ ആവർത്തിക്കപ്പെടുന്ന ട്രെൻഡുകളെക്കുറിച്ച് പഠിക്കുന്നതിലൂടെ സമാന കാലയളവിൽ വിപണിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള നീക്കങ്ങളെ സംബന്ധിച്ച് കുറച്ചുകൂടി ധാരണാപൂർവ്വം വിലയിരുത്തുവാനും അതുവഴി കൂടുതൽ അവധാനതയോടെ നിക്ഷേപ സംബന്ധമായ തീരുമാനം കൈക്കൊള്ളുന്നതിനായും നിക്ഷേപകരെ സഹായിക്കുന്നു. അതായത് ഓഹരിയുടെ ലോകത്ത് മുൻ കാലഘട്ടങ്ങളിൽ പ്രകടമായിട്ടുള്ള പാറ്റേണുകൾക്കും ഓരോരോ സംഭവത്തിലും രേഖപ്പെടുത്തിയിട്ടുള്ള പ്രതികരണങ്ങൾക്കുമൊക്കെ വിശേഷമായ പ്രാധാന്യമുണ്ടെന്ന് സാരം. ഇത്തരത്തിൽ ഹിസ്റ്റോറിക്കൽ ട്രെൻഡ്സ് അഥവാ ഹിസ്റ്റോറിക്കൽ പ്രൈസ് മൂവ്മെൻറ്റ്സ് വിലയിരുത്തുന്നതിലൂടെ ഭാവിയിൽ സമാന സാഹചര്യങ്ങളിൽ വിപണിയിൽ ഉരുത്തിരിയാവുന്ന നീക്കങ്ങളെക്കുറിച്ച് അടിസ്ഥാന ധാരണ കൈവരിക്കാനും ഇതിലൂടെ അനുയോജ്യ തീരുമാനങ്ങൾ സ്വീകരിക്കാനും നിക്ഷേപകരെ പ്രാപ്തമാക്കുന്നു. ഇതിനിടെ മാർച്ച് മാസവും പിന്നിട്ടതോടെ 2025-26 എന്ന പുതിയൊരു സാമ്പത്തിക വർഷത്തിലേക്ക് കൂടി നാം കടക്കുകയാണ്. കഴിഞ്ഞ 6 മാസത്തിലേറെ ചാഞ്ചാട്ടത്തിൻ്റെ പാതയിലായിരുന്ന ഇന്ത്യൻ ഓഹരിയെ സംബന്ധിച്ചും കടന്നുവരുന്ന ഏപ്രിൽ മാസം നിർണായകമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 10 വർഷങ്ങളിലെ ഏപ്രിൽ മാസങ്ങളിൽ NSEയുടെ അടിസ്ഥാന സൂചികയായ നിഫ്റ്റിയുടെ പ്രകടനത്തിൽ നിന്നുള്ള സൂചനകളും ആഭ്യന്തര വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ സമാന കാലയളവിനിടെ നടത്തിയിട്ടുള്ള ഇടപാടുകളുടെ ചരിത്രത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളും എന്തെന്ന് വിശദമായി നോക്കാം. 2015 മുതൽ ഇങ്ങോട്ടുള്ള 10 വർഷത്തിനിടെ 7 തവണയും മുഖ്യ സൂചികയായ നിഫ്റ്റി നേട്ടം കരസ്ഥമാക്കിയാണ് ഏപ്രിൽ മാസത്തെ വ്യാപാരം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ഉയർന്ന നേട്ടം കൈവരിച്ച ഏപ്രിൽ മാസം കോവിഡ് കാലഘട്ടമായ 2020-ലാണ്. അന്നത്തെ ഏപ്രിൽ മാസത്തിനിടെ 14.7% മുന്നേറ്റമാണ് വിപണി കാഴ്ചവെച്ചത്. 2018-ൽ 6.2%, 2023-ൽ 4% വീതവും വർധന രേഖപ്പെടുത്തി ഏപ്രിൽ മാസങ്ങളിലെ നേട്ടക്കണക്കിൽ പിന്നാലെയുണ്ട്. സമാനമായി 2016, 2017, 2019, 2024 വർഷങ്ങളിലെ ഏപ്രിൽ മാസത്തിൽ 1 മുതൽ 1.5% വരെ നേട്ടമാണ് കുറിച്ചിട്ടുള്ളത്. അതേസമയം 2015, 2021, 22 വർഷങ്ങളിലെ ഏപ്രിൽ മാസങ്ങളിലാണ് വിപണി നഷ്ടം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യൻ വിപണിയിലെ വൻകിട സ്ഥാപന നിക്ഷേപകരിലൊന്നായ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അഥവാ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ കഴിഞ്ഞ 10 വർഷങ്ങളിലെ 5 ഏപ്രിൽ മാസത്തിൽ ഓഹരികൾ വാങ്ങിക്കൂട്ടുന്ന നിക്ഷേപകരുടെ റോളിലായിരുന്നു. 2015, 2016, 2017, 2019, 2023 വർഷങ്ങളിലെ ഏപ്രിലായിരുന്നു വിദേശ നിക്ഷേപകർ ഓഹരികൾ വാങ്ങിക്കൂട്ടിയത്. ഇതിൽ 21,193 കോടി രൂപയുടെ ഓഹരികൾ വാങ്ങിയ 2019 ഏപ്രിലായിരുന്നു ഏറ്റവും അധികം നിക്ഷേപം നടത്തിയത്. മറുവശത്ത് 2018, 2020, 2021, 22, 24 വർഷങ്ങളിലെ ഏപ്രിൽ മാസത്തിലായിരുന്നു വിദേശ നിക്ഷേപം വിൽപ്പനക്കാരുടെ റോളിലേക്ക് നിന്നിരുന്നത്. ഇതിൽ 17,144 കോടി രൂപയുടെ ഓഹരികൾ ഒഴിവാക്കിയ 2022 ഏപ്രിലായിരുന്നു ഏറ്റവും അധികം വിൽപ്പന രേഖപ്പെടുത്തിയത്. ഇന്ത്യൻ വിപണിയുടെ അവിഭാജ്യ ഘടകങ്ങളിലൊന്നായ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അഥവാ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ കഴിഞ്ഞ 10 വർഷത്തെ 7 ഏപ്രിൽ മാസങ്ങളിൽ ഓഹരികൾ വാങ്ങിക്കൂട്ടുകയായിരുന്നു. 2015, 2017, 2018, 2021, 2022, 2023, 2024 തുടങ്ങിയ വർഷങ്ങളിലായിരുന്നു അത് സംഭവിച്ചത്. ഇതിൽ തന്നെ 2024 ഏപ്രിലാണ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ഏറ്റവും അധികം പണം വിപണിയിലേക്ക് ഇറക്കിയത്. 44,186 കോടി രൂപയുടെ നിക്ഷേപമാണ് അത്തവണ നടത്തിയത്. അതേസമയം 2016, 2019, 2020 വർഷങ്ങളിലെ ഏപ്രിലിൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ഓഹരികൾ വിറ്റൊഴിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. പ്രധാന ഓഹരി സൂചികയായ നിഫ്റ്റിയുടെ ഏപ്രിൽ മാസ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകളിലേക്കുള്ള റോൾ ഓവർ ഡേറ്റ വിശകലനം ചെയ്താൽ വിദേശ നിക്ഷേപകർ ലോങ് പൊസിഷൻ ഗണ്യമായി വർദ്ധിപ്പിച്ചതായി കാണാനാകും. നിഫ്റ്റി ഫ്യൂച്ചേഴ്സിന്റെ മാർച്ച് സീരീസിൽ രേഖപ്പെടുത്തിയ 44,784 കോൺട്രാക്റ്റുകളിൽ നിന്നും ഏപ്രിൽ സീരീസിലേക്ക് എത്തിയപ്പോൾ 60,054 കോൺട്രാക്റ്റുകളായാണ് ലോങ് പൊസിഷനിൽ വർധന കുറിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഷോർട്ട് പൊസിഷനിലുള്ള ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകളുടെ എണ്ണത്തിലും ഗണ്യമായ ഇടിവ് രേഖപ്പെടുത്തി. മാർച്ച് സീരീസിൽ 2,11,318 കോൺട്രാക്റ്റുകൾ ഉണ്ടായിരുന്ന ഷോർട്ട് പൊസിഷനുകൾ ഏപ്രിൽ സീരീസിലേക്ക് എത്തിയപ്പോൾ 90,609 കോൺട്രാക്റ്റുകളിലേക്ക് താഴ്ന്നു. അതായത് വിദേശ നിക്ഷേപകർ പോസിറ്റീവ് കാഴ്ചപ്പാടോടെയാണ് നിഫ്റ്റിയുടെ ഏപ്രിൽ സീരീസിലേക്ക് കടന്നിരിക്കുന്നതെന്ന് സാരം. എന്നിരുന്നാലും നിഫ്റ്റി ഫ്യൂച്ചേഴ്സിന്റെ ഏപ്രിൽ സീരീസിലേക്കുള്ള റോൾ ഓവർ റേറ്റ് ത്രൈമാസ കാലയളവിലെ ശരാശരിയേക്കാളും മാർച്ച് സീരീസിനേക്കാളും താഴെയാണെന്നും ശ്രദ്ധിക്കുക. നിലവിൽ ഏപ്രിൽ സീരീസിലേക്കുള്ള റോൾ ഓവർ റേറ്റ് 76.1%, മാർച്ചിൽ അത് 83.6%, കഴിഞ്ഞ 3 മാസത്തെ ശരാശരി 80.1% വീതവുമായിരുന്നു. അതായത് ആഭ്യന്തര വിപണിയിൽ ബുള്ളിഷ് സെന്റിമെന്റ്സ് നിറയുന്നുണ്ടെങ്കിലും വരാനിരിക്കുന്ന രാജ്യാന്തര സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ജാഗ്രത പാലിക്കുന്നതിന്റെ ലക്ഷണങ്ങളും പ്രകടമാക്കുന്നുവെന്ന് സാരം. മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യത്വം പങ്കുവച്ചാണ്. ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല. ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ വിശദമായ പഠനം നടത്തുകയോ അല്ലെങ്കിൽ സെബി അംഗീകൃത മാർക്കറ്റ് അനലിസ്റ്റുകളുടെ സേവനം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങൾക്കും ഈ ടീമിലുള്ള ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.